ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കാണുമ്പോൾ സമയം 2 മണി. കുറവിലങ്ങാട്ടുള്ള CPM അംഗം PM ജോർജിന്റെ വീട്ടിലേക്ക് സ്ഥാനാർത്ഥി എത്തിയത് ഉച്ചഭക്ഷണം കഴിക്കാനാണ്. അതിരാവിലെ തുടങ്ങിയ പ്രചരണത്തിനിടയിൽ അപൂർവമായി കിട്ടുന്ന വിശ്രമവേള. ഊണ് കഴിഞ്ഞ് പുതിയ ഉടുപ്പുമായി സ്ഥാനാർത്ഥി ഉഷാർ. മണ്ഡലത്തിലെ ചില പ്രമുഖ വ്യക്തിത്വങ്ങളെ കാണാനുള്ള യാത്രയിലാണ് മാത്യു ടി തോമസ്. ഒപ്പം ഞങ്ങളും കൂടി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാത്യു ടി തോമസിനൊപ്പമാണ് നാം ഇപ്പോൾ ഉള്ളത്. കോട്ടയത്തെ പോരാട്ടഭൂമിയിലേക്ക് ഏറ്റവും അവസാനമെത്തിയ സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് ആണ്. പക്ഷേ ഈ പോരായ്മ പ്രചരണ രംഗത്ത് ഉണ്ടാകാതിരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് മുന്നണിയും സ്ഥാനാർത്ഥിയും. കുറവിലങ്ങാട് സെന്റ് മേരീസ് ഫെറോന പള്ളിയായിരുന്നു ആദ്യ ലക്ഷ്യം. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട് 24 മണിക്കൂറിനുള്ളിലാണ് ഞാനിവിടെ കൺവെൻഷന് വരുന്നത്. 15-ാം തീയതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. 16-ന് ഞാൻ വരുമ്പോൾ തിരുനക്കര മൈതാനം തിങ്ങി നിറഞ്ഞൊരു മുട്ടുസൂചി വീഴാൻ കഴിയാത്ത അത്ര തരത്തിൽ 5000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന പ്രവർത്തക കൺവെൻഷൻ നടക്കുക. ഇന്നലെ ഞാൻ നോമിനേഷൻ സമർപ്പിച്ചു. ഒരു ഘട്ടത്തിലും ഒരു സ്ഥാനാർത്ഥിക്കും ഇത്രയധികം ജനപങ്കാളിത്തത്തോടുകൂടി നോമിനേഷൻ സമർപ്പണത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ആൾക്കൂട്ടം അതിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഞാൻ അധികം സ്നേഹിക്കുന്ന, വളരെയധികം എന്നെ ഇഷ്ടപ്പെടുന്ന KSRTC-ക്കാരുടെ ഒരു വലിയ സമര പരിപാടിയും ആ സമയത്ത് കളക്ടറേറ്റ് പഠിക്കൽ അവരും കൂടി ചേർന്നപ്പോൾ ഒരു വലിയ ജനസാഗരത്തിൻ്റെ മധ്യത്തിലൂടെയാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോയത്. അങ്ങ് ഈ മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴേക്കും വലതുപക്ഷ സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MP ജോസ് കെ മാണി അദ്ദേഹം ഒരു തവണ അദ്ദേഹത്തിൻ്റെ പ്രചരണം പൂർത്തിയാക്കിയിരുന്നു. ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, മുന്നണിയിൽ അങ്ങയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടതായ ചില അനിശ്ചിതത്വം, തർക്കമെന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഈ അനിശ്ചിതത്വം ഏതെങ്കിലും രീതിയിൽ മുതലാക്കുന്നതിൽ ഇപ്പോഴത്തെ MP കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ അല്പം 1-2 ദിവസം ഉണ്ടായ കാലതാമസം ഒരു തരത്തിലും മുന്നണി സംവിധാനത്തെയോ മുന്നണിയുടെ പ്രവർത്തനത്തെയോ ദോഷമായി ബാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് എൻകാഷ് ചെയ്യാമെന്ന് ധരിച്ചാണ് UDF ഇരിക്കുന്നതെങ്കിൽ അവർ വലിയ നിരാശരായി തീരുകയും ചെയ്യേണ്ടി വരും. ഒരു സംശയമില്ല. സിറ്റിംഗ് MP അദ്ദേഹം ഒരു സിറ്റിംഗ് MP എന്ന നിലയിൽ കുറേ അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇവിടെ നടപ്പാക്കിയ ചില വികസന പ്രവർത്തനങ്ങളാണ് ജോസ് കെ മാണി ഉയർത്തിക്കാട്ടുന്നത്. എങ്ങനെയാണ് അങ്ങ് എതിർ സ്ഥാനാർത്ഥിയെ വിലയിരുത്തുന്നത്? ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രചരണത്തിന് തയ്യാറല്ല, പ്രതികരണത്തിന് തയ്യാറല്ല. നമ്മുടെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള ശേഷിയുണ്ട്. സിറ്റിംഗ് MP എന്ന് പറയുന്നതിന് അനുകൂല ഘടകങ്ങളുണ്ട്, അതിൻ്റെക്കാൾ കൂടുതൽ പ്രതികൂല ഘടകങ്ങളുണ്ട്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടാലും നാട്ടിലെ ജനങ്ങൾ അവരുടെ അനുഭവങ്ങളാണ് എന്നോട് പങ്കിടുന്നത്. അത് വ്യക്തിപരമായ പരാമർശനങ്ങൾ പ്രത്യേകിച്ച് ഞാൻ സാധാരണ എൻ്റെ പൊതുപ്രവർത്തനം ഉപയോഗിക്കാറില്ല. ഒരു കാരണവശാലും കോട്ടയം പോലെ അഭ്യസ്ത വിദ്യരുടെ വിദ്യാസമ്പന്നരുടെ നാട്ടിൽ വന്ന് അത്തരം പരാമർശനങ്ങളിലേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ ജോസ് കെ മാണിയും അതുതന്നെയായിരിക്കും. അദ്ദേഹം ഉയർത്തിവെക്കുന്നത് കോട്ടയം അഭ്യസ്ത വിദ്യരുടെ ഒരു നാടാണ്. ഈ നഗരത്തെ അദ്ദേഹം ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ ശ്രമം, അദ്ദേഹം അതിന് തുടക്കമിട്ട് കഴിഞ്ഞു. അത് പൂർത്തീകരിക്കാൻ ഒരു അവസരം കൂടി തരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും വ്യക്തിപരമായ ചോദ്യത്തിലേക്ക് വന്നാൽ ഞാൻ അതിൽ കുടുങ്ങില്ല. പള്ളിയിലെത്തിയതിനാൽ സംഭാഷണം ഇടയ്ക്ക് മുറിഞ്ഞു. പള്ളി വികാരി ഫാദർ ഏബ്രഹാം കൊല്ലിത്താനത്തുമായി ചെറിയ വാക്കുകളിൽ പരിചയപ്പെടൽ, പിന്തുണ അഭ്യർത്ഥിക്കൽ. പിന്നീടുള്ള യാത്ര തൊട്ടടുത്തുള്ള സെയിന്റ് വിൻസെന്റ് ആശുപത്രിയിലേക്കായിരുന്നു. ശ്രീ മാത്യു തോമസ്, നമ്മൾ മുമ്പ് പറഞ്ഞു വന്ന കാര്യങ്ങൾ തുടർച്ച എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള 1200 കോടിയോളം വികസനം അദ്ദേഹം പ്രധാനമായി അങ്ങ് ഈ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുന്നെന്ന് പറയുമ്പോഴും ജോസ് കെ മാണി മുൻപോട്ട് വെക്കുന്നത് ഇവിടെ 3 വർഷം അല്ലെങ്കിൽ 4 തവണ MP ആയിരുന്ന സുരേഷ് കുറുപ്പിന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടേമിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം 5 വർഷം കൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് ജോസ് കെ മാണിയുടെ പ്രധാനമായ ഒരു വാദം. ഇത് നടന്നാലും ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിനൊരു പ്രചരണം എന്തായാലും മണ്ഡലത്തിൽ വ്യാപകമായിട്ടുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ളൊരു പ്രചരണം മുൻപോട്ട് വെക്കാൻ MP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ എങ്ങനെ കാണും? നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഫ്ലെക്സ് ബോർഡിന് വലിയ ഞാൻ അവിടെ നിർത്തുകയാണ്. ഫ്ലെക്സ് ബോർഡിൻ്റെ വിലയായിരിക്കും പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും വികസനത്തെ പറ്റി പറയുന്നതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എന്ത് വികസന ഒരു വാഗ്ദാനമാണ് മുൻപോട്ട്? വികസനത്തിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുണ്ടാകണം. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം കൊടുക്കാത്ത ഒരു വികസനമാവില്ല. ഭൗതിക സാഹചര്യങ്ങൾ ജനങ്ങളുടെ മെച്ചപ്പെടുത്തി കൊടുക്കുന്നതാണ് വികസനം. ഇവിടെ നാട്ടിൽ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടുകയും ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ടുന്ന വസ്തുക്കൾക്ക് വില വർദ്ധിക്കുകയും ചെയ്യുന്നിടത്ത് എന്ത് വികസനമാണ് ഉള്ളത്? ഗ്യാസിന് വില വർദ്ധിക്കുന്നു. 1 രൂപയ്ക്ക് അരി കൊടുക്കുക, പക്ഷേ 1 രൂപയുടെ അരി വേവിക്കണമെങ്കിൽ 1300 രൂപയുടെ ഗ്യാസ് വേണം.
280 രൂപ വരെ പോയ റബ്ബറിന് ഇപ്പോൾ 140 രൂപയ്ക്ക് താഴേക്ക് എത്തുന്നു. അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, ഉപയോഗിക്കേണ്ട സാധനങ്ങൾക്ക് വില കൂടുന്നു. എവിടെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ എന്താണ് വികസനം? അപ്പോൾ അവിടെ പരാജയപ്പെടുന്ന ഭരണകൂടം എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി നടപ്പിലാക്കുന്ന നയസമീപനങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വ്യക്തിഗതമാക്കി കൊണ്ടുപോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കുറുപ്പുംതറയിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളികളെയും ഇടയ്ക്ക് കാണാനിറങ്ങി സ്ഥാനാർത്ഥി. സംഭാഷണത്തിനിടെ സ്ഥാനാർത്ഥിക്ക് ഒരു ഫോൺ കോൾ. സ്വന്തം മണ്ഡലമായ തിരുവല്ലയിൽ നിന്നാണ്. മണലെടുപ്പ് വ്യാപകമായെന്ന പരാതിയിൽ MLA ഉടൻ ഇടപെടണം, അതാണ് ആവശ്യം. വേണ്ട നിർദ്ദേശം ഫോണിലൂടെ കളക്ടർക്ക്. RDOന്റെ ഇച്ചിരി കമ്മിറ്റിയിൽ പറഞ്ഞത്, DDCയിൽ പറഞ്ഞത് മണ്ണൊന്നും ഇടുന്നില്ല, എന്നാൽ പിന്നെ അദ്ദേഹം സൈറ്റിൽ പോയി ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞിടത്താണ് ഞാൻ പോയി തടയേണ്ടി വന്നത്. ഞാനിവിടെ ഇലക്ഷൻ നിൽക്കുന്നതുകൊണ്ട് അവിടെ പോയി ഇപ്പോൾ അത് തടയാൻ എന്നെ കൊണ്ട് ഫിസിക്കലായിട്ട് കഴിയുന്നില്ല. പിന്നെ നിർത്തിയത് വന്നാൽ ഒന്ന് അന്വേഷിച്ചൊന്ന് നടപടി. പിന്നീട് മള്ളിയൂർ മനയിലേക്കായിരുന്നു യാത്ര. മനയിലെത്തിയ സ്ഥാനാർത്ഥിയെ ക്ഷേത്രം ട്രസ്റ്റി പരമേശ്വരൻ നമ്പൂതിരി ഷാൾ അണിയിച്ചാണ് സ്വീകരിച്ചത്. ട്രസ്റ്റിയുമായി അല്പം ഗൗരവതരമായ ചർച്ച. വൈകിട്ട് 5 മണിക്ക് മുട്ടുചിറയിലെത്തുമ്പോൾ ചെറിയ ആൾക്കൂട്ടം. എല്ലാവരോടും സ്വയം പരിചയപ്പെടുത്തി വോട്ട് തേടൽ. ചായ കുടിച്ച് പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥിയെ കാത്ത് പ്രാദേശിക ചാനലിലെ റിപ്പോർട്ടർ കം ക്യാമറാമാൻ നിൽക്കുന്നു. കാറിലിരുന്ന് ഒരു അഭിമുഖം. മാത്യു ടി തോമസ് അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ഇനിയൊരു ഇടവേള.